ഹായ്, ഡു യു അപ്ലൈ ലിപ്സ്റ്റിക്? ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നവരാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് അറിഞ്ഞിരിക്കണം. എന്താണെന്നല്ലേ, ഞാനിന്ന് പറയുന്നത് ലിപ്സ്റ്റിക്കിൽ യൂസ് ചെയ്യുന്ന 3 കെമിക്കലിൻ്റെ കാര്യമാണ്. ഒന്ന് പാരബൻ. പാരബൻ എന്ത് ചെയ്യുന്നു? ഇറ്റ് മിമിക്സ് ഈസ്ട്രോജൻ ഇൻ ദ ബോഡി. നമ്മളുടെ ബോഡിയിലെ ഈസ്ട്രോജൻ്റെ അളവിനെ കുറയ്ക്കുന്നു. അതേപോലെ തന്നെ റിപ്പോർട്ട്സ് പറയുന്നു, ഒരുപാട് ബ്രസ്റ്റ് ക്യാൻസർ ബയോപ്സീസിൻ്റെ റിസൾട്ടിനകത്ത് പാരബനിൻ്റെ അളവ് കാണപ്പെട്ടിരിക്കുന്നു. നമ്മൾ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്ക് നമ്മളുടെ ഫുഡിലൂടെയും നമ്മളുടെ ഉള്ളിൽ ചെല്ലുന്നു, നമ്മളുടെ ബോഡിക്ക് അത് ഹാംഫുള്ളാണ്. അതുപോലെ തന്നെ സ്കിന്നിലൂടെയും പെനിട്രേറ്റ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെയാണ് ഫാലിറ്റ്സ്. ഫാലിറ്റ്സ് എന്ന് പറഞ്ഞാൽ ലിപ്സ്റ്റിക്ക് സിൽക്ക് ആൻഡ് സ്മൂത്തായിട്ടിരിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നൊരു കെമിക്കലാണ്. പക്ഷേ അതുകൊണ്ട് നമ്മുടെ ഹെൽത്തിന് ദോഷമുണ്ട്. എന്താണെന്നല്ലേ, ഇറ്റ് ബ്ലോക്ക് ഹോർമോൺ റിസപ്റ്റേഴ്സ്. അത് എന്ത് ചെയ്യുന്നു? ഹോർമോൺ പ്രോബ്ലംസ് ആയ തൈറോയിഡ്, അതേപോലെ ഇറഗുലർ പീരിയഡ്സ്, വെയ്റ്റ് ഗെയിന് ഇതിനൊക്കെ കാരണമാകുന്നു. മൂന്നാമത്തേതാണ് ഓക്സിബെൻസോൺ. ഓക്സിബെൻസോൺ സൺലൈറ്റിനെ തടയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കെമിക്കലാണ്. പക്ഷേ ഇതെന്ത് ചെയ്യുന്നു? സ്കിന്നിലോട്ട് പെനിട്രേറ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ ബ്ലഡിലോട്ടും പെനിട്രേറ്റ് ചെയ്യുന്നു. സ്കിൻ ക്യാൻസേഴ്സും ബ്ലഡിൽ പെനിട്രേറ്റ് ചെയ്ത് ലിവർ, കിഡ്നി ഒക്കെ ഡാമേജസ് ആക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഹെൽത്ത് നോക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഹെൽത്തിനെ നമ്മൾ കെയർ ചെയ്യണം, അല്ലേ? നമ്മുടെ ഹെൽത്ത് കെയർ ചെയ്തെങ്കിലല്ലേ നമുക്ക് മുമ്പോട്ട് ജീവിക്കാൻ പറ്റൂ. അപ്പോൾ ഹെൽത്തിനെ കെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സിൻ്റെ ഇൻഗ്രീഡിയൻസ് നിങ്ങൾ നോക്കുക. മിനറൽസ് ഉള്ള ലിപ്സ്റ്റിക്ക് മാത്രം യൂസ് ചെയ്യുക, കെമിക്കൽസ് ഉള്ളത് അവോയ്ഡ് ചെയ്യുക. മിനറൽ ലിപ്സ്റ്റിക്സ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് പിങ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ കമൻറ്റിൽ ലിപ്സ്റ്റിക് എന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് പർച്ചേസിംഗ് ലിങ്ക് അയക്കുന്നതായിരിക്കും. ബൈ.